5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്താ കാര്യം ചോദിക്കാം. അമ്മേ, എന്താ അമ്മേ കാര്യം? അത് പറ. കാര്യമൊക്കെ ഞാൻ വന്നിട്ട് പറയാം. നീ വേഗം തിരിച്ചു വരാൻ നോക്ക്. പറയുന്ന കേട്ടാ മതി കേട്ടോ. ഹലോ അമ്മേ. ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു ഗൗതം. എന്തിനായിരിക്കും അമ്മ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു വിളിക്കുന്നത്? ഇനി നിർമ്മലാന്റിയുടെ കാര്യം എന്തെങ്കിലും അമ്മ അറിഞ്ഞു കാണോ? എന്തായാലും ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ഇനി അത് നിർമ്മലാന്റിയുടെ വിഷയമാണെങ്കിൽ ഗൗത ആ ഇഷ്യൂലേക്ക് വന്ന് കയറാതിരിക്കുന്നതാ നല്ലത്. എന്തായാലും ഗൗത ഓഫീസിലേക്ക് വെക്കും. എന്നിട്ട് നിർമ്മലാന്റിയുടെ വീട്ടിലേക്ക് പോ. പറ്റിയ ഞാനും അങ്ങോട്ട് വന്നോളാം. എന്തിനായിരിക്കും അമ്മ ഇങ്ങനെ വിളിച്ചത്? എന്തായാലും ഗൗതം ടെൻഷൻ ആവാതിരിക്കെ. വന്ന് കാറിൽ കയറ്. എന്നിട്ട് വേഗം ഓഫീസിൽ പോവാൻ നോക്ക്. വീട്ടിൽ ചെന്നിട്ട് ഞാൻ വിളിച്ചോളാം. എന്തുണ്ടായാലും അപ്പൊ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞേക്കണേ. ഞാൻ വിളിച്ചോളാം. ഗൗതം ചെല്ല്. ഓട്ടോയ്ക്ക് പൈസ കയ്യിലുണ്ടല്ലോ? ഉണ്ട്. സൂക്ഷിച്ചു പോ. എന്നാലും എന്തിനായിരിക്കും അമ്മ വിളിച്ചത്? നമസ്കാരം സാർ. എൻ്റെ പേര് പ്രണവ് ഗോപിനാഥ്. വസുന്ധരാന്റെ പറഞ്ഞിട്ട് വന്നേ. ഓഹോ, അപ്പൊ ഇവനാണ് വസുന്ധര മാഡത്തിന്റെ കക്ഷി. മനസ്സിലായി. ആ ഡിവോഴ്സ് കേസല്ലേ? ഇരിക്കി. ആ പെൺകുട്ടിയുടെ പേരെന്തായിരുന്നു? ശിവാനി അല്ലേ? അതെ സാർ. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വസുന്ധര മാഡം എന്നോട് പറഞ്ഞിരുന്നു. എങ്ങനെയും ഈ ശിവാനിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് മാത്രമേ മാഡം എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ. അതെ സാർ. ഓരോ ദിവസവും അവൾ വലിയ ശല്യമായിക്കൊണ്ടിരിക്കുക. ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിയിട്ടിരിക്കുക. അറിയാം. പറഞ്ഞ അറിവ് വെച്ച് നോക്കിയാ ഈ ശിവാനി ആളൊരു ഡേഞ്ചറാ. അതെ സാർ. അതുപോലെ ഒരു പെണ്ണിന്റെ കൂടെ ഒരു ദിവസം പോലും എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റൂല. എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഡിവോഴ്സ് വേണം. അത് മാത്രമാണ് എൻ്റെ ആവശ്യം. ഈ ശിവാനിയുടെ ഏകദേശം ഒരു ക്യാരക്ടർ എനിക്ക് പിടികിട്ടി. ആൾ അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്പം പണക്കൊതി കൂടുതലുള്ള ഒരാളാണ്. നമുക്ക് എന്താന്ന് വെച്ചാൽ കൊടുത്തേക്കാം. അതിപ്പോ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ചുള്ള ഏകദേശം ഐഡിയ പ്രണവിന് അറിയാലോ. നിയമം പൊതുവെ സ്ത്രീകൾക്ക് അനുകൂലമാണ്. കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് വെച്ചാൽ പോലും ഒരു 10-15 വർഷത്തേക്കെങ്കിലും ഈ കേസ് ഒരു പെണ്ണ് വിചാരിച്ചാൽ പുഷ്പം പോലും നീട്ടിക്കൊണ്ടുപോകാം. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. പ്രണവ് പറഞ്ഞല്ലോ ശിവാനി പണക്കൊതിയുള്ള കൂട്ടത്തിലാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു തുക വാങ്ങി ഡിവോഴ്സിന് വഴങ്ങുന്നതിനേക്കാൾ നല്ലൊരു മാർഗം ശിവാനിയുടെ മുന്നിലുണ്ട്. ഈ കേസ് പരമാവധി നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത്. ഇപ്പോഴത്തെ സുപ്രീം കോടതി റൂളിംഗ് അനുസരിച്ച് ഭാര്യ എന്ന നിയമപ്രകാരം ഒരു രേഖ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികളില്ലെങ്കിൽ പോലും ഡിവോഴ്സിന് അനുവദിക്കുന്നവരെയും പ്രണവ് ശിവാനിക്ക് ചെലവിന് കൊടുക്കേണ്ടി വരും. പ്രണവ് ചിന്തിക്കുന്ന പോലെ ഒരു നിസ്സാര എമൗണ്ട് ആയിരിക്കില്ല പക്ഷെ അത്. കാരണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, സാമ്പത്തിക അവസ്ഥ അതൊക്കെ തന്നെയാണ്. ഈശ്വരമംഗലം എന്ന് പറയുന്നത് നിസ്സാരക്കാരല്ലല്ലോ. അതിനനുസരിച്ചൊരു എമൗണ്ട് കൊടുക്കേണ്ടി വന്നാൽ മാസാമാസം ആ പണവും വാങ്ങി ലാവിഷായിട്ട് ജീവിക്കാനല്ലേ ശിവാനി ചിന്തിക്കൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? നിയമപരമായി നമ്മൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ് ശിവാനിയെ ഭീഷണിപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് അനുനയമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അതിനുവേണ്ടിയാ ശിവാനിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഞാൻ വസുന്ധര മാഡത്തോട് പറഞ്ഞത്. ശിവാനിയെ കൊണ്ടുവരാന്ന് ആന്റി ഏറ്റിട്ടുണ്ട്. ഞാൻ എന്തായാലും മാഡത്തിനൊന്ന് വിളിക്കട്ടെ. നമസ്കാരം വക്കീലെ. ഞാൻ മാഡത്തെ വിളിക്കാൻ തുടങ്ങിയായിരുന്നു. എന്താ മാഡം, ശിവാനി വന്നില്ലേ?